കൊല്ലത്ത് 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ചവറ കുളങ്ങര ഗവൺമെൻറ് VHSSലെ അഭിനയാനിലാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത്. പുലർച്ചെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കുകയായിരുന്നു. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്വന്തം വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ രാവിലെ കണ്ടെത്തുന്നു. എന്താണ് ആത്മഹത്യ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ആത്മഹത്യക്കുറിപ്പോ മറ്റോടെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ടോം, ഇന്ന് പുലർച്ചെയാണ് കുട്ടിയെ വീട്ടിൻ്റെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കൊറ്റംകുളങ്ങര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുകയാണ്. ഈ കുട്ടിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബന്ധുക്കളും അതുപോലെ തന്നെ അച്ഛനില്ല, അമ്മയോടൊപ്പമാണ് കുട്ടി താമസിച്ചു വന്നിരുന്നത്. ഏറെ നേരം വൈകിയും കതക് തുറക്കാത്തതിനെ തുടർന്നാണ് ഇവർ കതക് മുട്ടിയിട്ട് കതക് തുറന്നില്ല. അങ്ങനെയാണ് സംശയത്തെ തുടർന്ന് കതക് പൊളിച്ച് അകത്ത് കയറി നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ അഭിനയയുടെ മരണം ശരിക്കും പറഞ്ഞാൽ അത് നാട്ടുകാർക്കൊക്കെ വലിയൊരു വിഷമത്തിലാക്കിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അവിടെ തന്നെ പോലീസിൽ വിവരമറിയിക്കുന്നു. ചവറ പോലീസിൽ നിന്നും എത്തുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആണ് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പോലീസിൻ്റെ ഒരു പരിശോധനയിൽ ഒരു ആത്മഹത്യക്കുറിപ്പും കിട്ടിയതായിട്ടാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. പക്ഷേ ആ കുറിപ്പിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ചില സൂചനകൾ ചില അധ്യാപകർക്കെതിരെ ആണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ള ചില സൂചനകൾ വരുന്നത്. ഇതിൽ കുറച്ച് വ്യക്തതകൾ വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടിക്ക് എത്രത്തോളം മാനസികമായിട്ടുള്ള അങ്ങനെയെങ്കിൽ അത് ഏറെ ഗൗരവമുള്ള വിഷയമല്ലേ വിനീഷ്? കാരണം ആത്മഹത്യാക്കുറിപ്പിൽ 8ാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അധ്യാപകരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിൽ സ്കൂളിലെ ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പീഡനമോ മറ്റോ ആകാം ആത്മഹത്യ കാരണമെന്ന് സംശയിക്കണം. അതെന്താണ് സംഭവിച്ചതെന്ന്. കാരണം ഇതിനു മുൻപ് ഈ ഒരു ദിവസങ്ങളിൽ സ്കൂളുമായി ബന്ധപ്പെട്ട അധ്യാപകരെ കുറിച്ചോ മറ്റോ ഈ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത കുട്ടി മാതാപിതാക്കളോട് എന്തെങ്കിലും പരാതി പറഞ്ഞിരുന്നോ? ടോം, അത്തരം വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാകുന്നില്ലെങ്കിൽ പോലും ഈ വീട്ടുകാർക്ക് ചില ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. അവർ പോലീസിനോടത് പറഞ്ഞിട്ടുമുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടർന്നുണ്ടാകുന്ന സംസ്കാര ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അവർ ഉള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷമാകും കൂടുതൽ പരാതിയും അതുപോലെ തന്നെ പോലീസ് കാര്യമായിട്ട് ഈ ഒരു വിഷയത്തിലുള്ള അന്വേഷണവും നടക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ വിദ്യാർത്ഥിനികളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് കൊല്ലം ജില്ലയിൽ തന്നെ ഉള്ളത്. ശരിക്കും ഈ സ്കൂൾ തലങ്ങളിലെല്ലാം ഇവർക്ക് ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങുകളെല്ലാം തന്നെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഈ ആത്മഹത്യാ പ്രവണതകളും ആത്മഹത്യാ കേസുകളും ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഈ കുട്ടിയുടെ മൃതശരീരം ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലാണ്. തീർച്ചയായും വിനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടികൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ അധ്യാപകർ ചെറിയ രീതിയിലൊന്ന് വഴക്ക് പറഞ്ഞാൽ, രക്ഷിതാക്കളൊന്ന് ശകാരിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എന്താണ് ഈ കുട്ടികൾക്ക്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നതെന്ന് വിശദമായി പരിശോധിക്കേണ്ടതാണ്. ആത്മഹത്യക്കെതിരെ കൃത്യമായൊരു ബോധവൽക്കരണം ആവശ്യമാണ്. ഒരു സാമൂഹ്യമായ ഇടപെടൽ ആവശ്യമാണ്. യഥാർത്ഥത്തിൽ എവിടെയാണ് ആ ഒരു രീതിയിലുള്ള ബോധവൽക്കരണം? സ്കൂളിൽ നിന്നല്ല, വീട്ടിൽ നിന്നും സ്വന്തം സ്കൂളിൽ നിന്നുമല്ല നൽകേണ്ടത്. ഒരുപക്ഷെ മുൻപൊക്കെ കുട്ടികളെ അധ്യാപകരും രക്ഷിതാക്കളും വഴക്കു പറയുമായിരുന്നു, ശിക്ഷിക്കുമായിരുന്നു. ഇപ്പോൾ അത്തരം സംഭവങ്ങളില്ല. അതൊക്കെയല്ലേ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ചെറിയ രീതിയിൽ നിന്ന് മുറിവേറ്റ് കഴിഞ്ഞാൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു പ്രേരണയ്ക്ക് കാരണമാകുന്നത് വിനീഷ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത്തരം ആത്മഹത്യാ പ്രവണതകൾ മുന്നമേ മനസ്സിലാക്കാനുള്ള പല സംവിധാനങ്ങളുമാണ് ഇപ്പോൾ സ്കൂളുകളിൽ സജ്ജമാക്കിയിരിക്കുന്നത്. പ്രത്യേകം പരിശീലനം കിട്ടിയ അധ്യാപകരെ വരെ ഇതിനുവേണ്ടി സ്കൂളുകളിൽ നിയമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ഫലം കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ പരിശോധിക്കേണ്ടത്. ടോം, എന്തായാലും കൊല്ലം ജില്ലയിലാണ് ഈ വിദ്യാർത്ഥിനികളിൽ ഉണ്ടാകുന്ന ആത്മഹത്യാ പ്രവണതകൾ വർദ്ധിച്ചു വരുന്നതായിട്ട് ചില പഠനങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത് ഏറ്റവും അവസാനത്തെ ഒരു കേസാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതലും ഈ പ്രണയബന്ധങ്ങളിൽ പെടുന്ന കുട്ടികളാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ കുട്ടി അഭിനയ
അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. വീട്ടുകാരുടെ ഒരു ആവശ്യവും അങ്ങനെ തന്നെയാണ്. പോലീസ് അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്ക് എത്തുന്നുണ്ടും എന്തായാലും ഞാൻ സൂചിപ്പിച്ചു, ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാകും ഇതിൻ്റെ കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുക കേട്ടോ പോലീസ്. ഈ കുടുംബത്തിന് ഈ കുട്ടിയുടെ ഈ അഭിനയയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് എന്തെങ്കിലും പരാതിയോ ആക്ഷേപമോ ഉണ്ടോ? പോലീസിൽ അവർ പരാതി നൽകിയിട്ടുണ്ട്. കാരണം സ്കൂളിനെതിരെയാണ്, അധ്യാപകർക്കെതിരെയാണ് ആത്മഹത്യയെക്കുറിപ്പിൽ പരാമർശമുള്ളത്. അത്തരം പരാതിയുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ടോ വിനീഷ്? ടോം, തീർച്ചയായും പോലീസ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് അന്വേഷിക്കുമെന്നാണ് നമ്മൾ സ്റ്റേഷനുമായിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ കുടുംബത്തിലെ കുട്ടിയെ നഷ്ടമായതിൻ്റെ ഒരു മനോവിഷമത്തിലാണ് ഇപ്പോൾ ബന്ധുക്കളും വീട്ടുകാരും എല്ലാം. അവർക്ക് ഇതെന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി അറിയണം എന്നുള്ള വലിയൊരു ആവശ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി അവർ നൽകുന്നതുമുണ്ട്. പക്ഷേ എന്തായാലും ഈ കുട്ടി വളരെ മിടുക്കിയായിരുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്കൂളിൽ നല്ല രീതിയിൽ പഠിച്ചിരുന്ന കുട്ടിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത്രത്തോളം മാനസികമായിട്ടുള്ളൊരു വിഷമം ഈ കുട്ടിക്ക് എന്താണ് ഉണ്ടായത് എന്നാണ് അറിയേണ്ടത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഈ കുട്ടിക്ക് ഇല്ല എന്നും അറിയുന്നു. പക്ഷേ ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ നിർണായകമാണ്. എന്താണ് അതിൽ പരാമർശിക്കുന്നതെന്നടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങിന് ശേഷമാകുന്ന എല്ലാവരുടെയും മൊഴിയൊക്കെ രേഖപ്പെടുത്തുക. ഇതിലൂടെ കൂടുതൽ വ്യക്തതയിലേക്ക് വരും. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ സഹപാഠികളുണ്ട്, അവർക്ക് എത്രത്തോളം ഈ അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാം എന്നെല്ലാം പോലീസ് കൃത്യമായി അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കും. എന്നാലും ഇതിൻ്റെ ഒരു വ്യക്തത കുറേ കൂടി വരാനുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ ഈ ഒരു വേർപാട് അങ്ങേയറ്റം ദുഃഖകരമാണ്. 8ാം ക്ലാസ് പഠിക്കുന്നു, 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇത്രത്തോളം മാനസികമായിട്ടുള്ള ഒരു വിഷമം ആ കുട്ടിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും ഈ കുട്ടിക്കൊരു സഹോദരൻ കൂടി ഉണ്ട് എന്ന് പറയുന്നു. എന്തായാലും ആ കുട്ടി അടക്കം വലിയൊരു മാനസികമായ ഒരു തകർച്ചയിലാണ് ഇപ്പോൾ ആ കുടുംബത്തിന് നേരിടേണ്ടി വന്നത്. അതിനിടെ അമ്മയോടൊപ്പമാണ് താമസം. അച്ഛൻ ഇല്ല, അമ്മയോടൊപ്പമാണ് ഈ കുട്ടി താമസിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പാവപിടിച്ച ഒരു വളരെ സാധാരണഗതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. ഇവരിലുണ്ടായ ഈ കുടുംബത്തിലുണ്ടായ ഈ ഒരു വേർപാട് വലിയൊരു. എന്താണ് ആ വിദ്യാർത്ഥിനിക്ക്, 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കേണ്ടതാണ്. അധ്യാപകർക്ക് ഇതിന് ആത്മഹത്യയെക്കുറിപ്പിൽ വ്യക്തമായ പരാമർശങ്ങളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്.